Now we can take another example. This is the question. Generate the load transformation matrix. That is September 2020. University exam ചോദിച്ച question ആണ്. So in the question, system coordinates and elements coordinates are given. So ഇതാണ് system coordinates. That is, it indicates the direction of position and direction of applied forces, external applied forces and moments. Then these second one, that is indicates its elements and its element coordinates. So this structure here divided into two elements. So ഇവിടെ ഈ ഓരോ എലമെന്റ്സിന്റെ എൻഡിലും കോർഡിനേറ്റ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദീസ് ആർ ഓൾ എന്താണ് ബെൻഡിങ് മൊമെന്റ് ആണ്. ദാറ്റ് ഈസ് 1 2 3 4 എല്ലാം മൊമെന്റ്സ് ആണ്. എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എലമെന്റ് കോർഡിനേറ്റ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ സിസ്റ്റം കോർഡിനേറ്റ്സിന്റെ corresponding element coordinates ആണ് ഇത്. So I want to generate the load transformation matrix or force transformation matrix. So we can draw the questions. Okay. So here the question is like this. Okay. Now എന്തൊക്കെയാണ് question തന്നിട്ടുള്ളത്? A, B, C, 2, 3. Okay. So ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. This is the question 1, this is the coordinates 2 and this is the coordinates 3. This length is L and this length is L. Okay, so എനിക്ക് ഇവിടെ പേര് കൊടുക്കാം A, B, C. അതിന് corresponding elements തന്നിട്ടുണ്ട് ഇവിടെ A, B, B, C. And also അതിന്റെ coordinates തന്നിട്ടുണ്ട് 1, 2, 3, 4. That is 1 indicate moment MAB, 2 എന്ന് പറഞ്ഞാൽ MBA, 3 എന്ന് പറഞ്ഞാൽ moment MBC, 4 എന്ന് പറഞ്ഞാൽ moment MCB. That is this moment due to these force, one moment due to the force in these coordinates direction. Internal moment ആണ് ഇവിടുത്തെ MAB, MBA, MBC, MCB. ഇതാണ് നമ്മുടെ Q. This the coordinates here, that is system coordinates, shown the direction and position of P. Elements coordinates shows the direction and position of the matrix Q. അപ്പോൾ എനിക്ക് ഇതിനെ റിലേറ്റ് ചെയ്യണം. Okay, so for that, first of all consider the first coordinates, that is this is A and this is B, and apply unit moment here in that coordinates direction. So first coordinates ഞാൻ കൊടുത്തു. Then this length is L and this length is L. Then ഇത് 1 ഇവിടെ കൊടുക്കുമ്പം choose the element, choose the forces in other coordinates direction 0. അതായത് 3 ലുള്ള ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം. ഇവിടുത്തെയും ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കണം 0 ആയിരിക്കണം. ഓക്കെ, നൗ ഞാൻ ആ എലമെന്റിനെ ഡിഫൈൻ വരുന്നുണ്ട്. സോ ഈ 1 കിലോ ന്യൂട്ടൺ മീറ്റർ കാരണം ഉണ്ടാവുന്ന മൊമെന്റ്സ്, എലമെന്റ് കോർഡിനേറ്റ്സിന്റെ ഡയറക്ഷനിൽ വരുന്ന മൊമെന്റ്സ് ആണ് എനിക്ക് കാണുന്നത്. ഇവിടെ 1 കിലോ ന്യൂട്ടൺ മീറ്റർ എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഇന്റേണൽ റിയാക്ഷൻസ്, ഇവിടെ കോർഡിനേറ്റ്സ് കാണിച്ചിരിക്കുന്ന മൊമെന്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് MAB. These coordinates indicate MBA. These coordinates indicate MBC and these coordinates indicate MCB. അതെനിക്ക് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഇതിന്റെ റിയാക്ഷൻസ് അങ്ങ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് A due to this moment? 1 കിലോ ന്യൂട്ടൺ മീറ്റർ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെയും എത്രയാണ് സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്? ഇങ്ങനെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഈ 1 കിലോ ന്യൂട്ടൺ മീറ്ററിന് ുള്ള ഓപ്പോസിഷൻ. അപ്പോൾ 1 കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെന്റ് ഇങ്ങോട്ടേക്കുണ്ടാവും. ഓക്കെ, സോ ഞാൻ ഈ പോയിന്റ് ഇത് B കൊടുത്തു ആൻഡ് ദിസ് ഈസ് C കൊടുത്തു. സോ എനിക്കിത് ഡയറക്റ്റ് ഐ ക്യാൻ റൈറ്റ് MAB വാല്യൂ
MAB value is 1. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ഹിയർ. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ കാണിച്ചു. From this figure I can write this MCB value is equal to 1. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, now I have to find this MBA value. So ഞാനിവിടെ 1 kN കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, force in the other coordinates, force or moments in other coordinates should be 0. Similarly ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് B. ഈ ജോയിന്റിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് വാല്യൂ ആൾസോ ഷുഡ് ബി 0 ആയിരിക്കണം. അതായത് ഇവിടെ മാത്രമേ മൊമെന്റ് 1 ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. പക്ഷെ ഇത് ഫിക്സ്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അതിന്റെ റിയാക്ഷൻസ് ഇവിടെ കാണും. അല്ലാതെ ഏതെങ്കിലും ഒരു ജോയിന്റ്സ്, ഏത് ജോയിന്റ്സ് എടുത്താലും ആ ജോയിന്റിലുള്ള മൊമെന്റ്, ടോട്ടൽ മൊമെന്റ് ഷുഡ് ബി 0 ആയിരിക്കണം. അതായത് ഏത് കോർഡിനേറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത് അവിടെ മാത്രമേ 1 kN മൊമെന്റ് അപ്ലൈ ചെയ്യൂ. ബാക്കി എല്ലാ ജോയിന്റ്സിലും ഉള്ളയും ടോട്ടൽ മൊമെന്റ് 0 ആയിരിക്കും. പക്ഷെ ഇത് ഫിക്സ്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ 1 എന്ന് കാണിച്ചിരിക്കുന്നത്. സിമിലർലി ഫോഴ്സ് ആൻഡ് മൊമെന്റ്സ് ഇൻ അതർ കോർഡിനേറ്റ്സ് also 0. That is ഇവിടെ റിയാക്ഷൻ ഒന്നുമില്ല, ആൻഡ് ഓൾസോ ഇവിടെ റിയാക്ഷൻ ഒന്നുമില്ല, 0. സോ ഇതിന്റെ ടോട്ടൽ മൊമെന്റ് വാല്യൂ ആൾസോ ഷുഡ് ബി 0. സോ എനിക്ക് എഴുതാൻ പറ്റും, ഇവിടെയും എനിക്ക് എഴുതാം. എന്തെഴുതാൻ പറ്റും? MBA പ്ലസ് MBC വാല്യൂ ഷുഡ് ബി 0 ആയിരിക്കണം. എനിക്ക് അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ MBC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ MBA വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സപ്പോസ് ഞാൻ മെമ്പർ BC ആണ് എടുക്കുന്നതെങ്കിൽ ഞാനത് ഇങ്ങനെ വരയ്ക്കും, BC. ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 1. ഓക്കെ, സോ ഇത് 1 ആണ്. സോ വാട്ട് ഈസ് ദ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു B? ഹിയർ MB, മൊമെന്റ് അബൌട്ട് B എന്ന് പറയുന്നത് എന്താണ്? അബൌട്ട് B ഹിയർ, ദാറ്റ് ഈസ് ഇങ്ങനെയാണ് അല്ലേ, 1. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ നമ്മൾ MBC എന്ന് പറയുന്ന മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും, ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു B, മൊമെന്റ് അബൌട്ട് B ഈസ് ഈക്വൽ ടു 1. ഇവിടെ മൊമെന്റ് ഇങ്ങനെയാണുള്ളത്, അതിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. therefore ഇതിന്റെ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് MBC എന്ന് പറയുന്നത് നേരെ തിരിച്ചു ആന്റി ക്ലോക്ക് വൈസ് ഇതാണ്. Now MBA പ്ലസ് MBC 0 ആവണ്ടെങ്കിൽ ഈ MBA വാല്യൂ എന്തായിരിക്കും? MBA should be equal to MBC, but it is in opposite direction. So ഞാൻ ആ മെമ്പറിൽ എനിക്ക് ഇത് മൊമെന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, A എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് എഴുതി 1 എഴുതി. ദെൻ CBയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 1 എഴുതി. നോ MBA എന്ന് പറയുന്ന വാല്യൂസ് നോക്കിക്കോ, ഇങ്ങനെയാണുള്ളത്. Okay, this value also 1. Then MBC എന്ന് പറയുന്ന വാല്യൂസ്, MBC എന്ന് പറയുന്ന വാല്യൂസ് ഇങ്ങോട്ടേക്ക്. So here എല്ലാ എലമെന്റ് കോർഡിനേറ്റ്സും ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. So write all the clockwise moments positive. ഇത് ഏതാണ്? ക്ലോക്ക്വൈസ് മൊമെന്റ് അല്ലേ, ഇത് ആന്റി ക്ലോക്ക്വൈസ് -1. This is clockwise, therefore it is 1. This is anti clockwise -1. Next last one clockwise. This is the first column elements of alpha. നമുക്ക് ഇവിടെ കിട്ടി -1 1 -1 1. Okay, now choose the second coordinates. Second coordinates എന്നുള്ളത് ഇതാണ് 2. Okay, so in the question given ആണ് second coordinates. So ഞാൻ അവിടെ ഇത് വരച്ചു. അതായത് ഈ സെക്കൻഡ് കോർഡിനേറ്റ്സിലുള്ള ഫോഴ്സ് ഷുഡ് ബി 1 kN. Okay, and in the other coordinates force and moments in other coordinates 0. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ്സിൽ വരുന്ന എല്ലാ മൊമെന്റ്സ് എന്താണ്? 0 ആവണം. സിമിലർലി ഇവിടുത്തെ ഈ ഫോഴ്സസ് ഓൾസോ ഷുഡ് ബി ഈക്വൽ ടു 0. സോ ദിസ് ഈസ് A, this joint is B, and this joint is C. Okay, so
ഇത് വെച്ചിട്ട് എനിക്ക് ഈ എലമെന്റിൽ വരുന്ന ഈ എലമെന്റ് കോർഡിനേറ്റ്സിൽ വരുന്ന മൊമെന്റ്സ് ഒന്ന് കാണണം. ഓക്കെ, ദാറ്റ് ഈസ് ഇത് A, this is B, this is B, C, then length L. ഇവിടെയും ഞാൻ കാണിച്ചു. Now AB, that is this indicate നേരത്തെ പറഞ്ഞ പോലെ തന്നെ MAB, this value indicate MBA. Similarly, this is MBC and this is MCB, that is it is the internal moments. ആ values ആണ് കണ്ടത്. സോ ഇത് വെച്ചിട്ട് ആദ്യം ഇതിന്റെ റിയാക്ഷൻസ് കാണാം given coordinate system വെച്ചിട്ട്. And also ഈ B എന്ന് പറയുന്ന ജോയിന്റ് നോക്കുക, ഇവിടെ 1 kN അപ്ലൈ ചെയ്തു, ബട്ട് ഞാൻ പറയുന്നത് ടോട്ടൽ മൊമെന്റ് ഷുഡ് ആൾസോ ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതായത് ഏത് കോർഡിനേറ്റ്സ് ആണോ എടുക്കുന്നത് ആ കോർഡിനേറ്റ്സിന്റെ ഡയറക്ഷന് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ, നൗ the force in other coordinates should be 0, അതായത് സിയിലുള്ള മൊമെന്റ് ഷുഡ് ബി 0, അവിടുത്തെ ഫോഴ്സ് ഷുഡ് ബി 0. ആൻഡ് ഓൾസോ നമുക്ക് എടുക്കാം, ഇതൊരു ബി എന്ന് പറയുന്ന ഒരു ജോയിന്റ് ആണ്, സോ അവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓൾസോ ഷുഡ് ബി 0 ആയിരിക്കണം, എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ 1 kN ഉണ്ടാവും, ബട്ട് ടോട്ടൽ മൊമെന്റ് ഷുഡ് ബി 0. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് എ. സോ ഇവിടെ 1 kN ലോഡ് കൊടുത്താൽ വാട്ട് ഈസ് ദ റിയാക്ഷൻ ഹിയർ? ഇവിടെ താഴോട്ടേക്ക് എത്ര ഉണ്ടാവും? 1 kN ഉണ്ടാവും. Similarly, what is the support moments at A? That is due to 1 kN force എന്താണ് given നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന മൊമെന്റ് അബൌട്ട് A എന്ന് പറയുന്നത് 1 into L ആണ് അല്ലേ? സോ ഇവിടുത്തെ സപ്പോർട്ട് മൊമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അതിന്റെ ഓപ്പോസിറ്റ്, സെയിം വാല്യൂ ബട്ട് ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇത് 1 into L ഇങ്ങോട്ട്, അപ്പൊ ഈ വാല്യൂ എത്രയാണ്? നേരെ തിരിച്ച് 1 into L. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം ദിസ് ഈസ് A, B ആൻഡ് ദിസ് ഈസ് C. ഇവിടെ L എന്ന് പറയുന്നത് MAB എന്ന് പറയുന്നത് L. സിമിലർലി ഇവിടുത്തെ ടോട്ടൽ വാല്യൂ 0 എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം കിട്ടുന്ന ഡാറ്റാസ് ഒക്കെ എഴുതാം. MAB ഈസ് ഈക്വൽ ടു 1. അതിൻ്റെ യൂണിറ്റ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാം, യൂണിറ്റ് അല്ല ഡയറക്ഷൻ. നോ MCB എനിക്ക് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് 0. നോ ഞാൻ പറഞ്ഞു ഇവിടെ 1 kN ഫോഴ്സ് വേണം ടോട്ടൽ, ബട്ട് ടോട്ടൽ മൊമെന്റ് we can equate to 0. that means എന്താണ്? MBA plus MBC is equal to 0. എനിക്ക് ഏതെങ്കിലും ഒന്നെങ്കിൽ AB എന്ന് പറയുന്ന സ്പാൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ BC എന്ന് പറയുന്ന സ്പാൻ കൺസിഡർ ചെയ്യാം, എന്നിട്ട് വാല്യൂസ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം, MBA വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം എനിക്ക് ഇതിൽ നോക്കുമ്പോൾ ഫിഗർ നോക്കുമ്പോൾ എളുപ്പം എന്ന് പറയുന്നത് MBC എന്ന് പറയുന്ന സ്പാൻ കൺസിഡർ ചെയ്യുന്നതാണ്. വരച്ചാൽ ഇങ്ങനെ കിട്ടും, നോക്കിക്കോ BC. ഇവിടുത്തെ മൊമെന്റ് 0, അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് എന്തായിരിക്കണം? MBC വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് അബൌട്ട് B എന്താണ് ഇവിടെ? about B equal to 0. That means MBC value is equal to 0. Okay. So MBA value also എന്താണ്? 0 ആണ് അല്ലേ? സോ എനിക്കിവിടെ മെട്രിക്സ് എഴുതാൻ പറ്റും. സോ ആ എലമെന്റ് കിട്ടിയ സാധനം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. സോ ഇവിടെ ഏതാണ്? ഇവിടെ കിട്ടിയ മൊമെന്റ് okay. Now ഇത് A, B, MAB value L. This is MAB, that is here, 1 അല്ല L. ഇവിടുത്തെ വാല്യൂസ് 0, ഇവിടെ 0, ഇവിടെ 0. So I can write ഇതെല്ലാം ക്ലോക്ക് വൈസ് ആണ്. So I can write it as L 0 0 0. സെക്കൻഡ് കോളം എലമെന്റ്സ്. ഓക്കെ, നമുക്ക് കിട്ടിയത് അത് തന്നെയാണോ ചെക്ക് ചെയ്യാം. L 0 0 0. നെക്സ്റ്റ് ഞാൻ തേർഡ് കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് A, this is B and this is C. തേർഡ് കോർഡിനേറ്റ്സിലുള്ള ആ ഡയറക്ഷന് 1 kN
ഫോഴ്സ് കൊടുക്കും, മേക്കിംഗ് ദ ഫോഴ്സ് ആൻഡ് മൊമെന്റ്സ് ഇൻ അതർ കോർഡിനേറ്റ്സ് 0. അതായത് ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 ആണ്, അടുത്ത മൊമെന്റ് വാല്യൂ 0. സിമിലർലി ഇവിടുത്തെ ഫോഴ്സ് വാല്യൂ 0. ദിസ് ലെങ്ത് ഈസ് L ആൻഡ് ദിസ് ലെങ്ത് ഈസ് L. സോ എനിക്ക് അതിന് പിന്നെയും ഈ എലമെന്റ് ഡയറക്ഷനിൽ ഉള്ള വാല്യൂസ് കാണണം. That is MAB, MBA, MBC, MCB. That is, this is A, B, B, C. This element L, L. MAB കാണണം, MBA കാണണം, MBC കാണണം, MCB കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ സ്ട്രക്ചറിൽ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇത് 1. സോ ഇത് B എന്ന് പറയുന്ന ജോയിന്റ്, ഇത് L, ഇത് L, ഇത് A. Okay, this is 1 kilonewton. So what is the moment of support moment at A? With respect to A, this force will rotate like this, 1 into 2L. So here the support moment is in opposite area, 2L. Okay, 2L nu koduthu. Adinte direction okay, ingottekku. Now, ഈ ഫിഗറിൽ നിന്ന് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്താണ് MCB വാല്യൂ. ഐ ക്യാൻ ഡയറക്റ്റ് റൈറ്റ് 0. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടും MAB എനിക്ക് കിട്ടിയപ്പോൾ 2L, അത് ഇങ്ങോട്ടേക്ക്. നൗ MCB എന്ന് പറയുന്നത് നോക്കുക, ഇവിടെ 0 kilonewton ഡയറക്റ്റ് ഉണ്ട്. സോ എനിക്ക് അതവിടെ ഡയറക്റ്റ് 0 എഴുതാം. Now, നോക്കുക, ഞാൻ പറഞ്ഞു ഇവിടെ 1 kilonewton കൊടുക്കുമ്പോൾ force and moments in other coordinates should be 0. That means here this value in the coordinates direction, this moment should be 0. In this direction force should be 0, and also in this joint total moments should be 0 ആയിരിക്കും. ആഡ് ചെയ്താൽ നമുക്കത് 0 കിട്ടണം. അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാം. സോ ഞാൻ എടുത്തു, ഒന്നുകിൽ എനിക്ക് AB എന്ന് അറിയുന്ന സ്പാൻ എടുക്കാം, അല്ലെങ്കിൽ BC എന്ന് പറയുന്ന സ്പാൻ എടുക്കാം. അതായത് ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഷുഡ് ബി 0 ആയിരിക്കണം ബിയിലുള്ള. ദാറ്റ് മീൻസ് MBA പ്ലസ് MBC ഈസ് ഈക്വൽ ടു 0 കിട്ടണം. ഓക്കെ, അപ്പോൾ MBA ഏതെങ്കിലും ഒരു വാല്യൂ അറിയാൻ നമുക്ക് മറ്റേ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ്. ഓക്കെ, സോ ഞാൻ BC എന്ന് പറയുന്ന സ്പാൻ എടുത്തു. സപ്പോസ് BC എന്ന് പറയുന്ന സ്പാൻ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത് നോക്കുക. BC എന്ന് പറയുന്ന സ്പാനിൽ നോക്കുക 1 kilonewton മോളിലോട്ടുണ്ട്. 1. Then ഈ വാല്യൂസ് 0 തന്നിട്ടുണ്ട്. This is L. So what is the moment about B of this force? With respect to B, this force will rotate like this. That is 1 into L. അതായത് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ. Therefore MBC എന്ന് പറയുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതായത് റെസിസ്റ്റീവ് മൊമെന്റ് ആണ്. സോ അതങ്ങനെ എഴുതാം L, പക്ഷെ അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് ആയിരിക്കണം. ഓക്കെ, ഞാൻ നോക്കുക MBA പ്ലസ് MBC ഈക്വൽ ടു 0 ആണ്. സോ എനിക്ക് അതുകൊണ്ട് എന്ത് എഴുതാം, MBA should be equal to L, but it is in opposite direction. So നമ്മൾ ചൂസ് ചെയ്ത എലമെന്റ് കോർഡിനേറ്റ്സ്, എലമെന്റ്സ് ഇതാണ്, 2 എലമെന്റ്. MAB 2L, ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് 2L. MBA വാല്യൂ നോക്കിയേ L, എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്തു L. MBC നേരെ തിരിച്ച് L. MCB 0. ഇവിടെ എനിക്ക് ഇവിടെ എലമെന്റ്സ് പിന്നെയും മാർക്ക് ചെയ്യാം. എന്ത് മാർക്ക് ചെയ്യാം, ഇത് ക്ലോക്ക് വൈസ് 2L. MBA in anti-clockwise -L. MBC clockwise L. MCB 0. So I can write alpha matrix as ആദ്യത്തെ കോളം എലമെന്റ്സ് ഏതാണ്, ഫസ്റ്റ് കോളം L 0 0 0.
ആണോ? അല്ല. ഏതാണ്? -1 1 -1 1. ഞാനത് ഇവിടെ എഴുതാം. -1 1 -1 1. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് L 0 0 0. തേർഡ് വൺ എന്ന് പറയുന്നത് തേർഡ് കോളം എന്ന് പറയുന്നത് 2L -L L 0. This is the